ദേശീയ വിദ്യാഭ്യാസ നയം നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതിന് ശേഷം ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ അധ്യാപക നിയമനത്തിനുള്ള വർക്ക് ലോഡ് പുനർനിർണയിച്ചിട്ടില്ല. യഥാർത്ഥത്തിൽ എസ്.എൻ. മാനേജ്മെൻറ്റിന് 2022 വർക്ക് ലോഡ് വെച്ച് ക്രമവിരുദ്ധമായി 86 തസ്തികകൾ ക്രിയേറ്റീവ് നൽകിയെന്നുള്ളത് വെച്ചാൽ മറ്റ് എല്ലാ കോളേജുകളിലും മുഴുവൻ അധ്യാപകരും ഗസ്റ്റ് ഫാക്കൽറ്റിയാണ്. വർക്ക് ലോഡ് നിശ്ചയിക്കാത്തതാണ് അതിന് കാരണം. ക്രമവിരുദ്ധമായി ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നതിനുള്ള അവസരം ഇപ്പോൾ എല്ലാവരും ഉപയോഗിക്കുകയാണ്. കോളേജുകളിലെ പ്രിൻസിപ്പൽമാർ അവർക്കിഷ്ടമുള്ളവരെ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിക്കുന്നു. എയ്ഡഡ് കോളേജുകളിൽ മാനേജ്മെൻറ്റിന് താല്പര്യമുള്ളവരെ ആ കോളേജുകളിൽ ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് നിയമിക്കുന്നു. സർവകലാശാലകളിൽ സർവകലാശാല സിൻഡിക്കേറ്റിൻ്റെ താല്പര്യമനുസരിച്ച് ഗസ്റ്റ് ഫാക്കൽറ്റിയെ നിയമിക്കുന്നു. സംസ്കൃത സർവകലാശാലയിൽ അവിടെയുള്ള അധ്യാപകരുടെ ഇരട്ടി അധ്യാപകർ ഗസ്റ്റ് ഫാക്കൽറ്റിയായി വർക്ക് ചെയ്യുന്നു. 15-20 വർഷമായിട്ട് ഗസ്റ്റ് ഫാക്കൽറ്റിയായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. പുതുതായിട്ട് ആർക്കും തന്നെ തൊഴിലവസരം കിട്ടുന്നില്ല. PhD സർക്കാർ കോളേജുകളിലേക്ക് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് പട്ടികയിൽ നിന്ന് ഒരു നിയമനം പോലും നടക്കുന്നില്ല. ആ റാങ്ക് പട്ടികയിലുള്ള ഉദ്യോഗാർത്ഥികൾ അവർ ഇൻ്റർവ്യൂ കഴിഞ്ഞ് വളരെ മിടുക്കന്മാരായിട്ടുള്ള PhD നെറ്റും തുടങ്ങിയ എക്സ്പീരിയൻസും ടെസ്റ്റിലും മിടുക്കന്മാരായിട്ടുള്ള ആൾക്കാരാണ്. അവരെ ഈ ഗസ്റ്റ് അധ്യാപകരായി നിയമിക്കാൻ ഗവൺമെൻറ് തയ്യാറാവണം. സർവകലാശാലകൾക്കും കോളേജുകൾക്കും സർക്കാർ ഡയറക്ഷൻ കൊടുക്കണം. ഗസ്റ്റ് ഫാക്കൽറ്റി നിയമനം വരുമ്പോൾ ആ കോളേജിൽ പോകാൻ താല്പര്യമുള്ള PhD റാങ്ക് ഹോൾഡേഴ്സ് വരികയാണെങ്കിൽ അവർക്ക് മുൻഗണന കൊടുക്കണം. കൂടുതൽ വേക്കൻസി വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ പുറമേ നിന്നും അപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ആൾക്കാർ നിയമിച്ചാൽ മതി. ഇപ്പോൾ തന്നെ കഴിഞ്ഞ ഗവൺമെൻറ് കാലത്ത് 1 ലക്ഷത്തോളം പേര് പിൻവാതിൽ നിയമനങ്ങളിലൂടെയുണ്ട്. 20,000 രൂപ മുതൽ 1 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന നിരവധി ആൾക്കാർ കഴിഞ്ഞ 10 കൊല്ലമായിട്ട് സർക്കാരിൻ്റെ വിവിധ മേഖലകളിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവരെല്ലാം പിരിച്ചുവിട്ടതിന് ശേഷം ആ നിയമനങ്ങളും തീർച്ചയായിട്ടും PhDയിൽ നിയമനം ലഭിക്കാത്ത റാങ്ക് ഹോൾഡേഴ്സിൽ നിന്നോ അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് മുഖേന നടത്തിയാൽ നമുക്ക് നിഷ്പക്ഷമായ നീതിപൂർവമായ തീരുമാനങ്ങൾ ഗവൺമെൻറ് എടുക്കാൻ കഴിയും. അത് യുവജനങ്ങൾക്ക് വളരെ അനുഗ്രഹമാവും.